ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഹീറോയുടെ ഗ്ലാമർ 125 i3s എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിൽ നമുക്ക് ആ ഒരു പേര് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിൽ വരുന്ന മോഡലുകളിൽ ഒന്നാണ് ഗ്ലാമർ 125 എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡൽ നമുക്ക് എക്സ്റ്റെക് എന്നൊരു മോഡലിൽ ഓൾറെഡി അവർ ഇറക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി മോഡേൺ ലുക്സിൽ ആ ഒരു LED ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹീറോ ഇറക്കിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഗുഡ് ഔട്ട് ലുക്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ ഹീറോ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ഗ്ലാമർ 125 i3s എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് തന്നെ തുടങ്ങുമ്പോൾ ആ ഒരു സെയിം ഹാലജൻ ഹെഡ്ലൈറ്റ്സ് അവർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്, ബൈബ്രേഡ് കാലിപ്പേഴ്സാണ് വരുന്നത്. ആൻഡ് ആ ഒരു ട്യൂബ്ലെസ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു 3D ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള ഗ്ലാമർ എന്നുള്ളൊരു ലോഗോ, നമുക്ക് ആ ഒരു സ്റ്റിക്കർ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ച് ഷൈനിങ് എലമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഇവിടെ ആയിട്ടൊരു ഡിസൈൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പോർഷൻ, അതായത് മുന്നത്തെ ഗ്ലാമറിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ കുറച്ച് എന്താ പറയുക പൊട്ടുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി സ്റ്റേഡി ആയിട്ടാണ് നമുക്ക് ഈ ഒരു പോർഷൻ ഹീറോ ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണെന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ടെയിൽ ലാമ്പ് കാണാം, കുറച്ചുകൂടി താഴേക്ക് ലോവറായിട്ട് വെച്ചുകൊണ്ടുള്ള ആ ഒരു ടെയിൽ ടൈഡി ആ ഒരു പോർഷനും കാണാം. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് സാരി ഗാർഡ് കാര്യങ്ങൾ വരുന്നു. ആൻഡ് സസ്പെൻഷൻ കാര്യങ്ങൾ നമുക്ക് രണ്ട് സൈഡിലായിട്ട് സസ്പെൻഷൻ വരുന്നുണ്ട്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ. അത് ഞാൻ കംഫർട്ടിൻ്റെ ഭാഗം വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അവർ അതേപടി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുത്തിയിട്ടുള്ള ലുക്സിലൊരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ മുന്നത്തെ മോഡലിലുണ്ടായിരുന്ന ആ ഒരു അനലോഗ് മീറ്റേഴ്സ് അവർ മാറ്റിയിട്ട് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വണ്ടിയുടെ ഇലക്ട്രോണിക് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് നേരത്തെ പറഞ്ഞ മീറ്റേഴ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മീറ്റേഴ്സ് നമുക്ക് ഇത്തവണ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റേഴ്സാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മീറ്റേഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഇവിടെ ഓഡോമീറ്റർ വരുന്നുണ്ട്, പിന്നെ ട്രിപ്പ് A വരുന്നുണ്ട്, ട്രിപ്പ് B വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഫ്യൂവൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ആൻഡ് ഈ പോർഷനിൽ നമുക്ക് ലൈവ് മൈലേജ് ട്രാക്കിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആൻഡ് ഈ ഭാഗത്തായിട്ട് കുറച്ച് വാർണിംഗ് ലാംപ്സ് കാര്യങ്ങൾ. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ആ ഒരു സെയിം മോഡൽ അനലോഗ് മീറ്റേഴ്സ് തന്നെയാണ് ഇഷ്ടം. അവിടെ ഗ്ലാമർ ആയിട്ട് ഇപ്പോൾ സ്പ്ലെൻഡറൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്കത് തന്നെ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ മോഡൽ വരുമ്പോൾ നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റേഴ്സാണ് വരുന്നത്. പിന്നെ മറ്റൊരു ഇലക്ട്രോണിക് ബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയായിട്ട് i3s എന്നുള്ളൊരു സെറ്റപ്പ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. ആ ഒരു സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ട്രാഫിക് ടൈമിലൊക്കെ നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിർത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫ് ആവും. ആൻഡ് ലേറ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി സ്റ്റാർട്ട് ആവും. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി കുറേ കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു i3s എന്ന് പറയുന്നത്. ഞാനിത് യൂസ് ചെയ്ത് നോക്കി, ചെറുതായിട്ടൊന്ന് ആക്യുറസി എന്തോ കുറവ് പോലെ എനിക്ക് തോന്നി. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇനീഷ്യൽ ടൈമിൽ ഒരു ചെറിയൊരു ടൈമിൽ ഏകദേശം ഒരു 30 സെക്കൻഡ്സ് ആ ഒരു 20 സെക്കൻഡ്സ് ടൈമിൽ വണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഞാൻ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അതിലും കൂടുതൽ ടൈം എടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ആക്യുറസി കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വിൽ വർക്ക്. ഇനി സ്വിച്ച് ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു സെയിം മോഡൽ സ്വിച്ച് ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ വ്യത്യാസം, ഈ ഒരു സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് മറ്റു വണ്ടികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ഇതിനകത്ത് അപ്വേർഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. ബട്ട് യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫിംഗേഴ്സ് കാര്യങ്ങൾ എത്തുന്നതാണ്. പിന്നെ നമ്മുടെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹാലജൻ ലൈറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ആ ഒരു ഹാലജൻ ലൈറ്റ്സ് തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഹെഡ് ലാമ്പ് ആയാലും ടെയിൽ ലാമ്പ് ആയാലും നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ABS കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഒരു 125cc വണ്ടി ആയതുകൊണ്ടായിരിക്കും നമുക്ക് ABS കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് കുറച്ചധികം ചവിട്ടേണ്ടതുപോലെ തോന്നി, പ്ലേ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നി. ബട്ട് സ്റ്റിൽ നോട്ട് ബാഡ് എന്നുള്ള രീതിക്കാണ് എനിക്ക് ബാക്ക് ബ്രേക്ക് വന്നത്. ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി വണ്ടിയുടെ കംഫർട്ട് കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം സീറ്റ് അത്യാവശ്യം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഭയങ്കര കുഷ്യനിങ് ആയിട്ടുള്ളൊരു സീറ്റ്സാണ് നമുക്ക് ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒറ്റ സീറ്റാണ്, സിംഗിൾ സീറ്റാണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് സീറ്റ് ഭയങ്കര കുഷ്യനിങ് ആണ്, അത്യാവശ്യം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് റൈഡിംഗ് പോസ്റ്റ് ആവട്ടെ നമുക്ക് ഫോർവേഡ് സെറ്റ് ആയിട്ടുള്ള ഫുഡ് പാക്കാണ് വരുന്നത്. സോ കുറച്ചും കൂടി നമുക്ക് നിവർന്നിരിക്കാൻ പറ്റും, ഒരു ക്രാംപ്ഡ് ഫീലോ കാര്യങ്ങളൊന്നും വരുന്നില്ല, നമുക്ക് നിവർന്ന് തന്നെ ഇരിക്കാൻ പറ്റും. ആൻഡ് അതുപോലെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് രീതിയിലുള്ള സസ്പെൻഷനാണ്, ഭയങ്കര സോഫ്റ്റ്വെയർ അല്ല എന്നാൽ ഹാർഡും അല്ലാത്ത രീതിയിലുള്ള സസ്പെൻഷനാണ്. കുഷ്യൻഡ് ആയിട്ടുള്ളൊരു സീറ്റ്സ് ഉള്ളതുകൊണ്ടും ഇത്തരത്തിലുള്ളൊരു സസ്പെൻഷൻ ആയതുകൊണ്ടും കുറച്ച് ബാലൻസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
ഇനി മെക്കാനിക്കൽ ചേഞ്ചസിലേക്ക് വരുമ്പോൾ നമ്മുടെ എൻജിൻ എന്ന് പറയുന്നത് 125cc എയർ കൂൾഡ് എൻജിനാണ്. ഏകദേശം 10.3 ഹോഴ്സ് പവറും അതേപോലെ തന്നെ 10.4 Nm ടോർക്കുമാണ്. ഏകദേശം സെയിം ഹോഴ്സ് പവർ ആൻഡ് ടോർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ടൈം ഹീറോ നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സാണ് തരുന്നത്. അതായത് പഴയ മോഡലിനുണ്ടായിരുന്ന 4 സ്പീഡ് ഗിയർ ബോക്സിന് പകരം ഇപ്പോൾ നമുക്ക് ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സാണ്. സോ കുറേ കൂടി നമുക്ക് ഹയർ സ്പീഡിലേക്ക് നമുക്ക് പുഷ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് എൻജിൻ്റെ റിഫൈൻമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റിഫൈൻഡ് ആയിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് റിഫൈൻമെൻറ്റ് അല്ല, ബട്ട് നമുക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിലൊരു റിഫൈൻമെൻറ്റാണ് ഈ ഒരു എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വണ്ടി കയറിയിരിക്കുമ്പോൾ തന്നെ എനിക്ക് 2 ഭാഗത്തായിട്ടും പ്ലാന്റഡ് ഫുട്ടാണ് കിട്ടുന്നത്. വലിയ ഒരു ഹൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് വരുന്നില്ല. ആൻഡ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5.8 5.9 ഇടയിലായിട്ടാണ്. സോ എനിക്ക് കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 790 ആ റേഞ്ചിലൊക്കെയാണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. സോ ഹൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ആർക്കും ഫേസ് ചെയ്യാൻ ചാൻസ് ഇല്ല. അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 170 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ഒരു USB ചാർജിങ് പോർട്ട് കൂടി ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മിറേഴ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വിസിബിളായിട്ടുള്ള മിറേഴ്സാണ്. ഇത്രയും പോർഷൻസ് നമുക്ക് കവർ ആവുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് വിസിബിളാണ്. ബാക്കി ഞാൻ ഓടിച്ചുകൊണ്ട് വരാം. ഓക്കെ, സോ ബാക്ക് ഓൺ റോഡ്സ്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് വലിച്ചെടുക്കാം. ഓക്കെ, ഓക്കെ, സോ ഇതാണ് വണ്ടിയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ലാഗോ കാര്യങ്ങളൊന്നും എവിടെയൊന്നുമില്ല. അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. ഒരിക്കലും ഒരു എന്താ പറയുക കൂടിയ വണ്ടികളായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ആ ഒരു 125cc ഒരു കമ്പ്യൂട്ടർ എൻജിൻ എന്നുള്ള രീതിയിൽ തന്നെ വേണം കാണാനായിട്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ വണ്ടി നല്ല രസമായിട്ട് തന്നെ വണ്ടി വലിച്ചെടുക്കുന്നതാണ്. നമുക്ക് ആ ഒരു പവർ ആൻഡ് ടോർക്ക് കാര്യങ്ങളൊക്കെ സെയിം ഫിഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാം പുള്ളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കൊരു ഡിലേ കാര്യങ്ങളൊന്നും എവിടെയും വരുന്നില്ല. ക്വിക്കായിട്ട് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. അതിന് വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സോ നമുക്ക് മാനേജ് ചെയ്യാനാണ് ഈസി. ഇപ്പോൾ ഭയങ്കര സിറ്റി ഫോക്കസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഭയങ്കര ഫ്ലിക്കബിളാണ് വണ്ടി. ആൻഡ് അബൌട്ട് ടേണിംഗ് റേഡിയസ് നോക്കുകയാണെങ്കിൽ ടേണിംഗ് റേഡിയസ് നല്ല അടിപൊളിയുള്ള ടേണിംഗ് റേഡിയസ് ആണ്. ആൻഡ് ടെക്നിക്കലി സ്പീക്കിംഗ് ടേണിംഗ് റേഡിയസ് നല്ല കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അതായത് ടേണിംഗ് റേഡിയസ് ഞാൻ ഭയങ്കര ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിന് മീൻസ് നമ്മുടെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ടേണിംഗ് റേഡിയസ് കുറവാണെന്നാണ്. കുറവ് ടേണിംഗ് റേഡിയസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഒടിവ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിട്ടുന്നത്. ഭയങ്കര ഫ്ലിക്കബിളാണ്. നമുക്ക് വെയിറ്റ് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വണ്ടി കൊണ്ട് കിടക്കാൻ പറ്റുന്നതാണ്. ആൻഡ് മീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിസിബിളാണ്. ആൻഡ് ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ശരിക്കും ആ ഒരു അനലോഗ് മീറ്റേഴ്സ് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. കുറേ കൂടി കാണാൻ രസം. മേ ബി ഞാൻ കുറേ കാലമായിട്ട് അതൊക്കെ തന്നെ കണ്ടുകൊണ്ടായിരിക്കാം. ഞാനിപ്പോൾ ഡ്രൈവിങ് ഞാൻ പഠിച്ചത് സ്പ്ലെൻഡർ പ്ലസിലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വണ്ടി അതാണ്. അപ്പോൾ അതിനകത്തൊക്കെ ആ ഒരു അനലോഗ് മീറ്റേഴ്സ് കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് അതിനോട് തന്നെയാണ് ഇത്തിരിയുടെയും ഇഷ്ടം ഇത്തരം വണ്ടികളിലൊക്കെ. ബട്ട് ഗുഡ്, കുറച്ചും കൂടി മോഡേണായി കുറച്ച് പുതിയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കയറി എന്നുള്ളതിൽ സന്തോഷം. പിന്നെ ഈ വണ്ടിയുടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ വണ്ടി നല്ല അത്യാവശ്യം എന്താ പറയുക ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊരു വണ്ടിയാണ്. അതേപോലെ തന്നെ മൈലേജ് അത്യാവശ്യം നല്ല രീതിക്കാണ് മൈലേജ് കിട്ടും. റിയൽ വേൾഡ് മൈലേജൊക്കെ ടെസ്റ്റ് ചെയ്തതിൽ കിട്ടിയിരുന്നത് 55 km/ലിറ്റർ ആണ് പറയപ്പെടുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഒരുവിധം പേർക്ക് അതിലും കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 60-62 ആ റേഞ്ചൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന രീതിക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്കണോമി തന്നെയാണ് അതെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ കിട്ടുന്ന വണ്ടികളും ഉണ്ട്. ഒരു 125cc എന്ന രീതിയിൽ ഇതിന് ഒരു 55 എബോവ് ഒക്കെയാണ് കിട്ടുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈലേജ് തന്നെയാണ്. ആൻഡ് വണ്ടി ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വണ്ടിയും കൂടിയാണ്. ഇനി ഓണർഷിപ്പ് ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,11,000 ആണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പ്രൈസ് തന്നെയാണ്.
ആൻഡ് ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ അവിടെ കൊച്ചിയിലെ ഓൺ റോഡ് പ്രൈസാണ്. മറ്റ് ഡിസ്ട്രിക്ട്സിലേക്ക് മാറുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. ഇതാണ് ഈ ഒരു വണ്ടിയുടെ മെയിൻ പ്രശ്നം. ഗുണം എന്ന് പറയുന്നത്, പ്രശ്നം എന്നായിപ്പോയി. ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഈസിലി എല്ലാത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ആൻഡ് അബൌട്ട് ഗിയർ ബോക്സ് പറയുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ഗിയർ ബോക്സാണ്. ഭയങ്കര ക്രിസ്പി അല്ല, ബട്ട് സ്റ്റിൽ ഒരു ഡീസൻറ്റ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നിയത്. പിന്നെ വണ്ടിയുടെ സർവീസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റുള്ള സർവീസാണ്. ഏകദേശം ഒരു 600 എബവ് റേഞ്ചിലാണ് എൻ്റെ ആ ഒരു കോസ്റ്റ് വരുന്നത്. ഇനി ആർക്കൊക്കെ പറ്റിയ ഒരു വണ്ടിയാണെന്നുള്ളത് നോക്കുമ്പോൾ അതായത് ഫൈനൽ വേർഡിക്റ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജ് വേണം, വണ്ടിക്ക് അധികം വെയിറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, ഇത്തിരി കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി കൂടി ആവണം. അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടുള്ളൊരു ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വണ്ടി അടിപൊളി വണ്ടിയാണ്. നമുക്കറിയാം മെയിൻ്റെനൻസ് കോസ്റ്റ് ആയാലും എല്ലാം ഭയങ്കര കുറവാണ്, ഈസിയാണ്, ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു വണ്ടിയാണ് ഈ ഒരു ഗ്ലാമർ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു വണ്ടി കൂടിയാണ്. സോ മെയിൻറ്റെയിൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്ന രീതിക്കൊക്കെ നോക്കുകയാണെങ്കിലും വണ്ടി ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ വണ്ടിയെ പറ്റിയുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഈ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ആൻഡ് ഈ വണ്ടി നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ആലുവയിലുള്ള മെഗാ മോട്ടോഴ്സാണ്. ഹീറോ മെഗാ മോട്ടോഴ്സാണ് നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഓർ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങൾക്കായിട്ടോ അതല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾക്കായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ വരാൻ കഴിയുന്ന പ്രതീക്ഷയോടെ എം ജെ ആൻഡ് ഐ വിൽ ക്യാച്ച് യു നെക്സ്റ്റ് വൺ. ബൈ ബൈ.